ഹായ് ഗൈസ്, അപ്പം എന്താ പറയുക, 3D വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തോട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഞങ്ങളെ വീട്ടിൽ തോടില്ല, അമ്മേൻ്റെ വീട്ടിലാണ് തോടുള്ളത് കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ തോടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അതെ ഗൈസ്, ഞങ്ങളെ വീട്ടിൽ തോടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിൽ ഇത്രയും വലിയ തോടുണ്ടായിരുന്നു, നല്ല സുഖം. ഗൈസ്, ഇവിടെ നിന്നാണ് ഞാനും അന്നൊക്കെ കുളിച്ചത് കേട്ടോ. ഗൈസ്, തനു അതെ, തനു ഇവിടെ നിന്ന് തന്നെയാണ് കുളിക്കല്. തനുവിന് നല്ല ഇഷ്ടമാണ് ഗൈസ് ഈ തോട്ടിൻ്റെ വെള്ളം ഒക്കെ. ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഉച്ചയൊക്കെ ആവാൻ നേരത്ത് ഇവിടെ തൊഴിലുറപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ വ്ളോഗ് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കലക്കിയപ്പോൾ പിന്നെ ഇപ്പം നേരെയാണ് കലക്ക് പോയത്. അപ്പം ഞാൻ വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഈ സ്ഥലം നോക്ക്. ഇവിടെ വേറെ പാലത്തിൻ്റെ അടിയിൽ 2 സ്ഥലം ഉണ്ട് കേട്ടോ. ഒരു സ്ഥലം ഇതാണ്, ഞാൻ കാണിച്ചത്. ഒരു സ്ഥലം അങ്ങനെ ഒഴുകുന്നതാണ്. ഇവിടെ വേറെ മാതിരിയായിട്ട് ഒഴുകുക, ഞാൻ കാണിച്ചുതരാം. അവിടെ ചെറുതായിട്ട് ഈ സ്ഥലത്ത്, ഞാൻ രണ്ടാമത് കാണിച്ച സ്ഥലത്ത് കുറച്ച് പതമുള്ള വെള്ളമായിരിക്കും. മറ്റേ സ്ഥലത്ത് നല്ല ഒഴുകി പോകും. നല്ല രസമാണ് വെള്ളം കാണാൻ. അപ്പം ഗൈസ്, അവിടെ ഒരു കാള കുളിക്കുന്നുണ്ട് കേട്ടോ. 2 ഉണ്ടാവാറുണ്ട്. അത് അവിടുത്തെ ആ വീട്ടിലാണ്, ഞങ്ങളെ മേമേൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ഞങ്ങളെ തറവാട്, അവിടെയൊക്കെ തറവാടാണ്. അപ്പോൾ അവിടുത്തെ ഒരു മേമേൻ്റെ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ വരലുണ്ട്. എന്നിട്ട് ഓലപ്പാണ് ഗൈസ് ഞങ്ങൾ കുളിക്കാറ് ചില സമയത്ത് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. ഞണ്ടൊക്കെ, ചില ഞണ്ടാളൊക്കെ ഉണ്ട്. അവിടെ ചെറുതായിട്ടൊരു കാലൊക്കെ കാണുന്നുണ്ട് ഞണ്ടിൻ്റെ. നല്ല രസമല്ലേ ഗൈസ് കാണാൻ. ഗൈസ്, നല്ല ഒഴുകുന്ന വെള്ളമാണ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെയും ഈ ഭാഗത്തേക്കും ഉണ്ട് നല്ല ഒഴുക്ക്. പക്ഷേ ഇവിടെ കുറേ തെങ്ങാണ്, ഞാൻ കാണിച്ചു തരാം. കുറേ തെങ്ങായതുകൊണ്ട് തെങ്ങിൻ്റെ ഓല, ആ വീട്ടിൽ നിന്നും തെങ്ങ്, അവിടെ നിന്നും ഉണ്ട് തെങ്ങ്. അപ്പോൾ അതിൻ്റെ ഓല ഇവിടേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒഴുകുന്നത് കാണാത്തത് കൊണ്ടാണ്. ഞാനന്ന് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകലുണ്ട് ഞണ്ടിനെ പിടിക്കാൻ ഗൈസ്. അവിടെ ഞണ്ടുണ്ടോ അറിയില്ല കേട്ടോ. നമുക്ക് അവിടേക്ക് പോയേക്കാം. കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അങ്ങനെയൊന്നും ഞണ്ടില്ല, ഇവിടെയാണ് ഓല ആയത്. പിന്നെ ഇവിടെ കുറേ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ നല്ല ഒഴുക്കാണ്. ഞണ്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ഞണ്ട് ചൂണ്ട കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പിടിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇതാ ഒഴുക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ 2 സ്ഥലമാണ്. ഇത് കുറച്ച് ചെറുതാണ്, അത് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ ആ വലിയ സ്ഥലത്ത് കുറച്ച് പത ഉണ്ടാവും, മറ്റേ സ്ഥലത്ത് നല്ല ഒഴുക്കാണ്. ഗൈസ്, അന്ന് ചൂണ്ടൊക്കെ കൊണ്ട് പിടിക്കും. നമുക്ക് പോയേക്കാം. അവൾക്ക് പിടിക്കാൻ നല്ല പേടിയാണ്. ഞാനെന്നും പിടിക്കാറൊക്കെ, പക്ഷെ അവൾക്ക് പിടിക്കാൻ നല്ല പേടിയാണ് കേട്ടോ. ഞാനാണ് എന്നും പിടിക്കാറ്. അവൾക്ക് ഇങ്ങനെ പൂതിണ്ടാകുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുള്ളൂ. അവൾക്ക് ഇങ്ങനെ വലിക്കാൻ പേടിയാണ്. ഞണ്ടൊന്നും ഇല്ല അവിടെ, ഞണ്ടിനൊന്നും കാണാനല്ല ഗൈസ്. ഈ ഭാഗത്താണ് കേട്ടോ ഗൈസ് അത്യാവശ്യം ഉണ്ടാവാറ്. അവിടെ ഒന്നുമില്ല ഗൈസ്.
ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഗൈസ് അവിടെ ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ ഉണ്ടാവില്ല ഈ ഭാഗത്തും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അവിടെയാണ്. ഞാൻ തന്നെ ചിലപ്പോൾ അവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ ഗൈസ്, അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. അത് തോട്ടിലല്ല, പുറത്താണ്, അവിടെ പാടത്താണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്കാണ് പോകുമ്പോൾ അവിടെ നിൽക്കും, അവിടെ ഇങ്ങനെ ഇരിക്കും ഗൈസ്. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അവിടെ ഇരിക്കാൻ നല്ല സുഖം. അത് അത്യാവശ്യം നല്ല വലിയ പാറയാണ്. വാ അങ്ങോട്ട് വാ. അതെ ഗൈസ്, പരിചയപ്പെടുത്തി തരണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. അവിടെ കാളയുണ്ട്, അതാണ് പ്രശ്നം. വാ പോയേക്കോ. വെറുതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വെറുതെ പോയേക്കോ. അവിടെ രണ്ടെണ്ണുണ്ട് ഗൈസ്. ചെറുതായിട്ട് പേടിയുണ്ട് എനിക്ക്. അങ്ങനത്തെ ചോപ്പൊന്നും അങ്ങനെ രണ്ടെണ്ണുണ്ട്. ഞാൻ ആ പാറ കാണിച്ചില്ല. ആ പാറ കരയിലാണ്, പാടത്താണ്. ഞങ്ങളിപ്പോൾ പാടത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തോട് ഇത് കൂടിയാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ഈ കാളേനെ കാണില്ലല്ലോ ഇപ്പോൾ ഈ കാട്ടത്തെ. അവിടുന്ന് പാലത്തുമ്പോൾ നിൽക്കുമ്പോൾ ഒന്നിനെ കാണുള്ളൂ. അടുത്തേക്ക് വരുമ്പോൾ രണ്ടുണ്ട്. പേടിയുണ്ട്. നിങ്ങൾക്ക് ആ പാറ ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ല. പാറ ഇതാണ്. ഇവിടെ ഇരുന്നാണ്ടാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. പക്ഷെ കാള വരലുണ്ടാവില്ല, അതുപോലെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? അയ്യോ ഗൈസ്, അത് എഴുന്നേറ്റു കേട്ടോ. അത് ഞങ്ങൾക്ക് ചെറിയൊരു പേടി. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ പാടായത് കുറച്ച് കൊതുകുണ്ട് കേട്ടോ. ഇതൊന്നാണ്. രണ്ടാമത്തെ അവിടെയാണ്, ഇവിടെയാണ് കേട്ടോ. നിങ്ങൾ ആ പാറ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാള ചെറുതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് രണ്ടും നല്ലോണം അതിനൊരു വീട്ടിൽ നല്ലോണം ചാടി പോകും കേട്ടോ. ഇവിടെയാണ് ഓരോ വീട്. അപ്പോൾ ഓരോ വീട്ടിൽ നല്ലോണം പോകണത് കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത്തായി. മറ്റേത് അപ്പുറത്താണ്, കുറച്ച് അതിൻ്റെ മുന്നിലാണ്. അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ ഒന്നിനെ കണ്ടിട്ടുള്ളായിരുന്നു കേട്ടോ. ഓരോ വീട്, ഈ കാളുള്ള ഓരോ വീട് അവിടെയാണ് ഗൈസ്. ഈ റോട്ടിൽ കൂടെ പോകണം. ഇത് കൂടി നേരെ പോയാൽ മതി. ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകലുണ്ട് കേട്ടോ. അവിടെ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ തനൂന് ആ ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾ ചെറിയ കുട്ടികളെ അടുത്തേക്കാണ് പോകും കേട്ടോ. അപ്പം അവിടുത്തെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ എന്താ പറയുക, അമ്മേൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് നിൽക്കാൻ, 2 ദിവസമായിട്ട് നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ഓലുണ്ടായപ്പോൾ ഞെണ്ടിലൊക്കെ പിടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലുണ്ടായപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്യണ ദിവസമായിരുന്നു അന്നൊക്കെ. അപ്പം അന്ന് നല്ല ഞണ്ടുണ്ടായിരുന്നു. അപ്പം പിടിക്കാൻ നല്ല സുഖമായിരുന്നു. ഇപ്പോൾ ഞണ്ട് ഇങ്ങനെ കുറവാണ് കേട്ടോ. അധികം ഞണ്ട് ഇപ്പോൾ ഒന്നും കാണാനില്ല ഇവിടെയൊന്നും. നല്ല രസമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ മഴ ചെറുതായിട്ട് പാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പാറ്റി കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താൽ പിന്നെ നല്ല കലങ്ങും. അപ്പോൾ പിന്നെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ നല്ല കലങ്ങിയോണ്ട് ഒന്നും കാണൂല. ഇപ്പോൾ കല്ലുകളൊക്കെ നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ കല്ലൊക്കെ കണ്ടില്ല, ഇതൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. അതൊക്കെ മൂടും, എന്താ പറയുക, മഴ ചെയ്താണ്ട് മൂടിയിട്ട് വേഗം ഒലിച്ചോ ഗൈസ്. നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്, അതുകൊണ്ട് വേഗം ഒലിച്ചു പോകുന്നുണ്ട്. ആ സ്ഥലം ഇതാ ഇവിടുന്ന് നോക്കിയാൽ അത് കാണാം. മറ്റേത് അവിടെ പോയി നിൽക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് തെളിഞ്ഞ വെള്ളമാണ്. കല്ലൊക്കെ ഉണ്ട് അവിടെ. ഞാൻ കല്ലൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല മൂടും. ഈ മതിലിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടാവലുണ്ട് വെള്ളം, അവിടെ ഒക്കെ വെള്ളം ഉണ്ടാവലുണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്.
നിങ്ങൾ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നു. പാലതാണ്, പാല് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. പാലതാണ് ഗൈസ്. ഈ പാലത്തിൻ്റെ ഈ രണ്ട് അറ്റത്തും ആ രണ്ട് ഭാഗത്തും കൂടിയും ഈ ഭാഗത്തു കൂടി ഈ ഭാഗത്തുകൂടി തോടുണ്ട്, ഈ ഭാഗത്തുകൂടി തോടുണ്ട്. ഈ ഇവിടെ പാലത്തിൻ്റെ ഉള്ളിലാണ് ആ രണ്ട് സ്ഥലം ഉള്ളത് കേട്ടോ, ആ ഒഴുക്കുള്ള നല്ല സ്ഥലം. ഇതൊക്കെ നല്ല നീട്ടാനുണ്ട്, നല്ല വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഉണ്ട്. അപ്പം വലുതാക്കണം. ഇവിടെ കുറേ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കുറേ കല്ലൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ പാലം കുറച്ചുകൂടി വലുതാക്കുകയാണ്. കാരണം എന്താ പറയുക, ചില വലിയ വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇവിടെ അവിടെ ആക്കിയിട്ടുണ്ട്. ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഗൈസ് അതാണ് ആക്കിയത് കേട്ടോ. അത് എന്താ പറയുക, ഇത് കൂട്ടാനാണ്, വീതി കൂട്ടാനാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇനി നല്ല സുഖത്തിൽ വണ്ടികൾക്ക് പോവാം. ഇപ്പോഴും ഇത് കൂടെ വണ്ടി പോവാറുണ്ട്, പക്ഷെ ചില വലിയ വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ റോട്ടിൽ കൂടെ പോയാലാണ് ആ ചെറിയ കുട്ടികളെ വീട് എത്തുക കേട്ടോ. താൻ ഒറ്റയ്ക്കൊക്കെ പോകലുണ്ട് ചില നേരത്തെ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഓരോപ്പം കളിക്കാൻ. ഓര് ചില നേരത്ത് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് തോട് കാണാൻ. അപ്പോൾ തോട് എനിക്ക് പരിചയപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഈ തോട് നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ തോട് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തോട് കാണാൻ നല്ല രസമുണ്ട്. ഇത് ആമിയൂർ ഭാഗത്താണ്, പുളിങ്ങോട്ടുപുറം ഭാഗത്താണ് കേട്ടോ എൻ്റെ അമ്മമ്മേൻ്റെ വീടുള്ളത്. അവിടെയാണ് ഈ വലിയ തോട്. അപ്പം എല്ലാവരും ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കണം കേട്ടോ. വന്നാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കുളിച്ച് പോകാം ഗൈസ്. നല്ല സുഖമായിട്ട് കുളിച്ച് പോകാം. ഗൈസ് ഞങ്ങളിപ്പം ഇങ്ങനെ ഞാനും അന്നും ചില നേരത്തില്ലേ ഈ പാലത്തും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കും, കുറേ നേരം നോക്കും ഗൈസ്. ഞണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നിങ്ങനെ നോക്കും ഗൈസ്. നല്ല രസം അവിടെ ഇങ്ങനെ നിൽക്കാൻ, നല്ല കാറ്റും ഉണ്ടാവും. പക്ഷേ തെങ്ങുണ്ട്, അപ്പോൾ തേങ്ങ ചിലപ്പോൾ വന്ന് കൊഴിഞ്ഞാട് ചേരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട് ചില എടുത്തിട്ടോ. ഈ വരമ്പത്തൊക്കെ നല്ല രസമാണ്. ഇവിടെ നല്ല സുഖമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം, കുളിച്ചിട്ട് പോകാം ഗൈസ്. അപ്പം തോടിയപ്പെടുത്തി തരുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, തൊട്ടടുത്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.